അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് നമുക്ക് കുറച്ച് നമ്മുടെ കാട്ടുപാവലില്ലേ, അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുമല്ലോ ഈ സാധനം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇവർ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ജംഗിളി ബാജി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവൻ പാവയ്ക്കാടെ കുടുംബമാണെങ്കിലുണ്ടല്ലോ മറ്റേ എന്താ പറയുന്നത് വലിയ കയ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. നമ്മളിതിൻ്റെ കുരുവൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ഇപ്പം അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 2 പച്ചമുളകൊക്കെ എന്താ പറയുക മുറിച്ച് റെഡിയാക്കി ഇച്ചിരി സവോളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു മെഴുക്കുവരട്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ചൂടായി. ഇപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ എന്താ പറയുക മഴക്കാലത്താണ് ഇതിൻ്റെ ഒരു സീസൺ. ഇവിടെ മഴ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ വരുന്ന സാധനം. ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റിയൊന്നും വിശദമായിട്ട് അറിയത്തൊന്നുമില്ല. പക്ഷേ എന്തായാലും ഉള്ളത് സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സാധനത്തിന്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മളെല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുക. ഇനി എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് വേണം സംഭവം ചെയ്യാനായിട്ട്. മതി, കുറച്ച് കടുക് മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 നമ്മുടെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നാലും അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ചെറിയ തീ വെച്ചാൽ കേട്ടോ, ഒത്തിരി തീയൊന്നും വേണ്ട. നമുക്കിത് റെഡിയായി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്തൂടെ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതുണ്ടെങ്കിൽ നല്ലൊരു രുചിയാണ് സംഭവം. നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം കറിവേപ്പില കൊണ്ടിട്ട് കൊടുക്കാം. കറിവേപ്പില അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് വായിക്കും. അപ്പോൾ ഇതൊന്ന് ഒരു ചെറിയ തീയിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. ഒരുപാട് മൂപ്പിക്കണ്ട. നമ്മൾ മറ്റേ ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞതൊന്നും വേണ്ട, ചെറുതായിട്ട് മതി. അപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇതിൻ്റെ തൊട്ട് നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള നമ്മളൊരു മീഡിയം സൈസ് സവോള എടുത്തിരിക്കുന്നത്. ഇതിപ്പം സവോള ഒന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ സംഭവം നല്ല അടിപൊളി സാധനമാണ്. ഇത് കറിയായിട്ടും വേണം നമുക്ക് വെക്കാം, മെഴുക്കുവരട്ടിയായിട്ട് വെക്കാം. പിന്നെ അരിയാൻ ഒക്കെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് തോരനും വെക്കാം. നല്ല കിടുക്കാച്ച ടേസ്റ്റാണ് സാധനത്തിന്. അപ്പോൾ നമ്മൾ സവോള നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഇതെല്ലാം ഒരുപാട് നമുക്കങ്ങ് വഴറ്റിയെടുക്കുമൊന്നും വേണ്ട. കാര്യം നമുക്കിത് കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേണം ഇതിലൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേഗമല്ല സാധനം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. 2ആയിട്ട് കീറിയ പച്ചമുളകാണ്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്കാക്കൂട്ടനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ നല്ല റെഡ് കളറായിട്ടുണ്ട്. അത് പഴുത്തെന്ന് പറഞ്ഞാൽ നമ്മളിത് കളയൊന്നും വേണ്ട കേട്ടോ. അത് എന്തായാലും അതിന് ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇത് കുഞ്ഞു കുഞ്ഞു മുള്ള ഇതിൻ്റെ മേളിലുള്ളത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് സാധനം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അത്യാവശ്യം നമുക്ക് മഞ്ഞപ്പൊടിയും അങ്ങനത്തെ പൊടി സാധനങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളകും വറ്റൽമുളകും ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മേപ്പൊടിക്ക് ഒരു കളറിനൊക്കെ വേണ്ടി സ്വല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. ഉപ്പിട്ടില്ല, ഉപ്പ് മറന്നുപോയി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണം. ആ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറും. സംഭവത്തിൽ എല്ലായിടത്തും അതിൻ്റെ ആ ഒരു എരി എല്ലാം ആവും. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതെ നമുക്ക് ആവിയിൽ ചെറിയ തീയിൽ നമുക്കിത് അടച്ചു വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സാക്കണം. മിക്സായി കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ അങ്ങോട്ട് ഇറങ്ങിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് മറ്റേ കൃഷി വീഡിയോകളിലൊക്കെ ഇപ്പോൾ ഈ കാട്ടുപാവലിനെ പറ്റി നമ്മൾ നാട്ടിലെ ഇതൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇത്
കാര്യം നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടില്ല ഈ സാധനം. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഇതെന്തോ ആണെന്ന് ആദ്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കാണ് ഇത് പാവയ്ക്കയാണ്, സംഭവം വളരെ ഹെൽത്തിയാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നമ്മളിതിപ്പോൾ കണ്ടാലും വാങ്ങി സാധനം. അപ്പോൾ ഇത് ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് അവൻ ഇന്ന് പയ്യെ ഇരുന്ന് അവനങ്ങ് ഉപയോഗിക്കാം. അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടോ നോക്കണ്ടേ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ജലാംശമൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിലല്പം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്. വെള്ളം ഒഴിച്ചു വേണമെങ്കിലും നമുക്ക് വേവിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണമല്ലോ. ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടേ. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഉപ്പും എരിവും സംഭവങ്ങളെല്ലാം നല്ല കറക്റ്റാണ്, നല്ല പാകത്തിനുണ്ട്. നമ്മുടെ എന്താ പറയുക, നാടൻ നമ്മുടെ സാധാരണ പാവയ്ക്കയുടെ പോലെ വലിയ കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയൊരു കയ്പുണ്ട്. കയ്പില്ല, തീരെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു മീഡിയം കയ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ കറിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു കാര്യങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്, മറന്നു പോയത്. ഇന്ന് ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നത് സാധനങ്ങൾ. നമുക്ക് ഏറ്റവും അവസാനം നമുക്കൊരു സ്വല്പം നമ്മുടെ ഗരം മസാല ഇട്ട് ചേർക്കുന്നത്. ഇതും കൂടെ വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൂടെ വരുന്നത്. അവസാനം നമുക്ക് ഇത് ചേർത്തിട്ട് നമുക്ക് ശകലം മതി കേട്ടോ, അധികം വേണ്ട, ശകലം നമുക്ക് നല്ല നേരം കൊടുക്കാം. നല്ലൊരു മണം ഇപ്പം തന്നെ വന്നിട്ടുണ്ട് സംഭവം. നമ്മുടെ പരിപാടി കഴിഞ്ഞു, നന്നായിട്ട് വെന്തു, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞാൽ ഈ സാധനം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ. ഈ സാധനം ഈ ഒരുമാതിരി വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ സാധനം ഉണ്ടാകും. ഇതൊന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റൗ എടുത്തേക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. സംഭവം അടിപൊളിയാണ്, ഭയങ്കര ആരോഗ്യ ഗുണമാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല, അറിയാമത്തെ കാര്യത്തെ പറ്റി നമ്മളെന്താ പറയുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ എന്ന് പറയണം, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. പിന്നെ എന്തുവാ, പിന്നെ നമ്മളെപ്പോഴും പറയുന്നില്ല, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ ഒന്ന് കമൻറ്റ് രൂപേണ ഒന്ന് അടിയിൽ എഴുതുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അറിയാൻ മേലാത്ത കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാരുണ്ട് അറിയാൻ മേലാത്തവർ, അറിയാവുന്നവരും ഒരുപാട് പേര് കാണും. എന്തായാലും ഒന്ന് ഷെയറൊക്കെ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ വേറൊന്നുമില്ല, നമുക്ക് വേറൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.